ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി എടുത്ത് പോവാം. ഇപ്പോൾ മാരേജ് നടന്നത് കുറച്ച് പാർട്ടി മനുഷ്യവാദിമാർ നടന്നു. എല്ലാവരും മാരേജ് ഇല്ലപ്പോൾ ഇപ്പോൾ രാത്രി എല്ലാവരും ഡിസംബർ അവരുടെ വീട്ടിൽ പോയി. ഇപ്പോൾ പാർട്ടി പാടെടുത്തു. അങ്ങനെ നൈറ്റ് പിറ്റേ ഡിസംബർ ഇപ്പോൾ അവിടെ റൂമിൽ പോയി അർജുൻ അവർ രണ്ടുപേർ അവർ വൈഫ് സംസാരിച്ച് അവർ നന്നായിട്ട് എൻജോയ് അവർ ഗെയിം കളിച്ച് നന്നായിട്ട്. അപ്പോൾ അർജുൻ അവർ രണ്ടാൾ നന്നായിട്ട് അവരോട് ചോദിച്ചായിരുന്നു. ശരി, ഓക്കെ, നമുക്കിപ്പോൾ അവരെ നോക്കാം. പിറ്റേ ദിവസം എടാ മാരേജ് നന്നായിട്ടുണ്ടായിരുന്നല്ലേ? അതെടാ, അങ്ങനെ അവർ പറഞ്ഞു. അതല്ലേ ഇപ്പോൾ രാവിലായി. ഇപ്പോൾ രാവിലത്തെ മാരേജ് ചടങ്ങ് കഴിഞ്ഞു. പിന്നെ മാരേജ് കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം മുമ്പ് പറഞ്ഞു ഇപ്പോൾ ഒരു പാർട്ടി ഫങ്ഷൻ എല്ലാം മാരേജ് ഫങ്ഷൻ അതെല്ലാം ഓൾറെഡി കഴിഞ്ഞായിരുന്നു. ഇപ്പം ഫങ്ഷനായിരുന്നു. പിന്നെ ഫങ്ഷനിലെല്ലാം പിറ്റേ ദിവസം മുമ്പ് വന്നായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് ഓരോന്നാൾ ഗിഫ്റ്റെല്ലാം കൊടുത്തു. എന്നിട്ട് ചടങ്ങാനും പിന്നെ നൈറ്റ് പാർട്ടിക്ക് ഡിസംബർ വന്നു. നമ്മളെ ഹീറോയിൻ വൈറ്റ് സാരി ഫസ്റ്റ് എപ്പിസോഡിൽ സോങ്സിൽ കണ്ട് ആ വൈറ്റ് സാരിയാണ് ഉടുത്ത് വന്നത്. ഡിസംബർ നോക്കി ഫ്ലാറ്റായിരുന്നു. എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇട്ടായിരുന്നു. ഡിസംബറും എനിക്ക് ഹീറോയിൻ വൈറ്റ് സാരി ഉടുത്ത് വന്നായിരുന്നു. ഇവരെല്ലാം ഷോക്കായി പോയി. ഇത് അർജുൻ ഷോക്ക്. എന്താ ഇവരെന്ത് വൈറ്റ് ഡ്രസ്സ് ഒരുപോലെ പറഞ്ഞിട്ടാണോ? ചേച്ചി ഇവളെങ്ങനെ പറയും? ഇവളോട് ഫോൺ നമ്പർ ചെയ്യില്ല. ഇവളെ പോലെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവരെ സംസാരിക്കാതെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു. പിറ്റേ ഡിസംബർ ഭയങ്കര സൈറ്റ് അടിക്കായിരുന്നു. എൻ്റെ ജിമ്മിന് ഭയങ്കര സൈറ്റ് അടിക്കായിരുന്നു. അങ്ങനെ ആദ്യം വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഏത് കാണുന്ന ജിമ്മിനൊക്കെ വീണ്ടും കടുപ്പായി. എടാ എന്തെടാ ചേച്ചിന്ന്. ശരി, ഓക്കെ, അർജുനോട് കേട്ടേ പറ്റൂ. ജിമ്മിന് ഉറപ്പേ ഇവളെ കേട്ടേ പറ്റൂ. ഇവൾ സിംഗിളാണോ കമ്മിറ്റാണോ? അങ്ങനെ മാരേജ് ഫങ്ഷൻ പാർട്ടിയിൽ കഴിഞ്ഞു. അങ്ങനെ വീട്ടിലൊക്കെ പോയി. ജിമ്മിന് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി, ഇങ്ങോട്ടും നടക്കാതെ. ജങ്കു കേട്ടു. എന്ത് പറ്റി? വി വന്നത് എന്ത് പറ്റി? ഒന്നുമില്ല ഞാൻ പറയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് റേഷൻ കഴിഞ്ഞു. മാരേജ് ചെയ്ത് വെച്ച് എല്ലാം വെറുതെ കഴിഞ്ഞു. പിന്നെ അങ്ങനായിട്ട് ആ ഡേയ്സ് വരുന്ന പോയി. ഇപ്പോൾ PTS മെമ്പർ ഇപ്പോൾ സ്റ്റേജിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞു അവർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. PTS മെമ്പർ നന്നായിട്ട് അവർ ഡാൻസിൽ ഭയങ്കര ബിസിയായിരുന്നു. ഇപ്പോൾ കോൺസേർട്ട് എല്ലാവരും എൻജോയ് തുടങ്ങി. അതിനായി PTS മെമ്പർ വന്നായിരുന്നു. എന്തുകൊണ്ട് നടന്ന് പിന്നെ PTS മെമ്പർ പറഞ്ഞായിരുന്നു. എന്താ പറ്റി അറിയില്ലല്ലോ. എനിക്ക് കേട്ടു, അർജുനോട് കേട്ടു. അതെടാ, എവിടെയാണോ ഉള്ളത്? അർജുൻ പറഞ്ഞു. ആറാം ചോദിച്ചു, എവിടെ അവിടെ ഉള്ളത്? അവൾ പോയി സാർ. സാർ ഇന്ന് സാർ സോറി സാർ, അവൾക്ക് അവളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു സാർ. ഇന്ന് അവൾക്ക് മാരേജാണ് സാർ. ഇത് കേട്ട് ഷോക്കായി. എന്ത് മാരേജാ? അതെ സാർ, അവൾക്ക് അവളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു സാർ. അതുകൊണ്ട് ഇപ്പം മാരേജാ സാർ. ആരും കൂടെ? അറിയില്ല സാർ, പേരൊന്നും ഒരു പറഞ്ഞതാണ് സാർ. ഏതോ ഒരു ഇത് പറയാനല്ല സാർ, പേരൊന്നും അറിയില്ല സാർ. എന്തോ രാജേഷ് പറയൂ സാർ. എന്ത് രാജേഷാ? അതെ. അപ്പോൾ ജിമ്മിനിട്ടു. അപ്പോൾ സാർ അത് ഫ്രണ്ടാണ് സാർ. അവനൊക്കെ കുട്ടി ക്രഷ് ഉണ്ടായിരുന്നു സാർ. എനിക്ക് കുഴപ്പമായി. ശരി, ഓക്കെ. മാരേജൊക്കെ വന്നു. ഡിസംബർ 7 പേര് വന്നു. അവർക്ക് സാഡായിരുന്നു. അതെ ഷുഗാക്ക് ഷോക്കായിരുന്നു. മാരേജിന് ഷുഗാക്കും ഷോക്കായി. അങ്ങനെ മാരേജൊക്കെ വന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കല്യാണ പെണ്ണ് കൊണ്ടുവരാം. അങ്ങനെ മാരേജ് പെണ്ണിനെ കൊണ്ടുവരാൻ റെഡിയായി. അങ്ങനെ പെണ്ണിന് കൊണ്ടുവന്നിട്ട് എത്തി മാരേജ്. അപ്പോൾ ചെക്കനെ നിന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോവായിരുന്നു. മാരേജ് ഇപ്പോൾ നടക്കും എന്ന് സാഡായിരുന്നു. ജിമ്മിനും കുറച്ച് ഭയങ്കര സാഡായി പോയി. ഇപ്പം മാരേജ് നടന്നു അല്ലേ, പെണ്ണിരുന്നു. അങ്ങനെ അവിടെ മാരേജ് നടക്കാൻ പോകുമ്പോൾ അങ്ങനെ പെണ്ണിനവിടെ എത്തി. പറഞ്ഞ് താലി അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ചടങ്ങ് നടക്കാൻ പോകുമ്പോൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് താലി കെട്ടാൻ പോകുന്നത് താലി അവിടുന്ന് വരുന്ന എത്രയാണ്, ഇങ്ങോട്ട് എല്ലാവരും താലി ഇതാകുമ്പോൾ സ്റ്റോപ്പ് പറഞ്ഞു. ഞാൻ താലി കൊടുക്കുന്നത് താലിയിലെ ആശീർവാദം മേങ്ങുമ്പോൾ നാലാമത്തെ ആളോട് ശാസ്ത്രീയത മേങ്ങുമ്പോൾ സ്റ്റോപ്പ് വരുന്നു. ആ കുട്ടി തിരിഞ്ഞു നോക്കി. എന്താ ഇവളാണോ? ആ കുട്ടിക്ക് അവളുടെ അറിഞ്ഞായിരുന്നു. ഇവളെന്താ ഇവിടെ ചെയ്യാം?
അങ്ങനെ ആ കുട്ടി വന്നു സ്റ്റോപ്പ് പറഞ്ഞു. എന്താ ഈ കല്യാണം നടക്കാൻ പാടില്ല എന്നാൽ ആ ചെക്കൻ അച്ഛനമ്മ പറഞ്ഞു. നീ ആരാ? ഞാൻ ആരാണ്? ഞാനിവൻ്റെ വൈഫാണ്. എൻ്റെ ഇടയ്ക്ക് കഥ എങ്ങനെ ഇവളെ കല്യാണം കഴിക്കുന്നത്? ഇത് കേട്ട് എല്ലാവർക്കും ഷോക്ക്. ആ ചെക്കനെ കുറിച്ച് തീർന്നു നോക്കാൻ തുടങ്ങി. ഇത് കേട്ട് ആറാമക്ക് ഷോക്ക്. എന്താ ഇവൻ കൊള്ളയുടെ കല്യാണമായിരുന്നോ? ഷുഗർക്ക് ടെൻഷൻ തുടങ്ങി. ഇവിടെ ഷുഗർ എനിക്കാൻ തുടങ്ങി. ഷുഗർ എല്ലാവരും ആറാം കൺട്രോൾ ചെയ്ത് തുടങ്ങി. ഷുഗർക്ക് കണ്ടാൻ തുടങ്ങി. അതുകൊണ്ട് ആ ചെക്കനോട് കേട്ടു. ആ ചെക്കൻ്റെ അച്ഛനൊക്കെ അമ്മയൊക്കെ ഓൾറെഡി അറിഞ്ഞായിരുന്നു. ഓൾറെഡി കല്യാണം കഴിഞ്ഞു. എന്തിനാ കല്യാണം? അങ്ങനെ പോലീസ് വന്ന് നോക്കൂ. ആ ചെക്കനെ പിടിച്ചിട്ട് തയ്ക്കാൻ തുടങ്ങി. നീ പറയടാ എന്തിനാ കല്യാണം കഴിക്കുന്നത്? സർ സോറി സർ, ഓൾറെഡി ഇവളെ കയ്യിലും നിറയെ പണമുണ്ട് സർ. അത് മാത്രമല്ല സർ, ഇവളെ കാണാൻ ഭംഗിയായിട്ടുണ്ട് സർ. എൻ്റെ ബോസ് ഇവളെ ഇഷ്ടപ്പെട്ടു പോയി സർ. അതുകൊണ്ട് ഇവളെ മാരേജ് കഴിച്ചിട്ട് ഓൾറെഡി എൻ്റെ ബോസൊക്കെ ഇവളെ ഇഷ്ടപ്പെട്ടു. ഇവളെ പെണ്ണ് ചോദിച്ചായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഇവള് അക്സെപ്റ്റ് ഇല്ല സാർ. ഞാനും കല്യാണം കഴിച്ചിട്ട് ഇവളെ അവിടേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു സാർ. എന്നെ അക്സെപ്റ്റ് ഇല്ല സാർ. ഇവളെ അമ്മേനോട് ബ്ലാക്ക് ചെയ്തുകൊണ്ടും സാർ ഈ മാരേജ് അക്സെപ്റ്റ് ചെയ്തു സാർ. ഇവളൊക്കെ മാരേജ് ഇഷ്ടമില്ല സാർ. എന്താടാ ഇതേടെ ഷുഗർ ടെൻഷനാ തുടങ്ങി. അതുകൊണ്ട് സാർ, അത് മാത്രമല്ല സാർ, ഇവളെ എൻ്റെ ബോസ്ക്ക് ഇഷ്ടമായിരുന്നു സാർ. അതെ. ഇത് കേട്ട ബോസ് ആരാണ്? ബോസ് പേര് പോലീസ് ഷോക്ക്. ഇവനിക്ക് 50 വയസ്സായില്ലേ? അതെ സാർ. അങ്ങനെ ആ ബോസിനെ ചെയ്തത്. അങ്ങനെ പോലീസ് പോയി അവിടെ പോയിട്ട് ആ ബോസിനെ പിടിച്ചു. ബോസ് ആ കല്യാണത്തിന് വന്നിരുന്നു. അങ്ങനെ ബോസിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ആയിട്ട് മാരേജും മുടങ്ങി. ഇപ്പം എന്താ ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ മാരേജൊക്കെ ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക? അങ്ങനെ ഹീറോയിൻ്റെ മോൻ പ്രിയാൻ്റെ അമ്മയും കരയാൻ തുടങ്ങി. ഇപ്പം എന്താ വെച്ചാൽ എൻ്റെ മോൾക്ക് മാരേജ് മുടങ്ങി. എൻ്റെ അമ്മയ്ക്ക് അറിയായിരുന്നു. ജിന്ന് അവിടെ നിന്ന് വന്നു. ജിന്ന് വന്ന് അവിടെ വന്നിരുന്നു. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി. ആറാമക്ക് ഷോക്കായി. എന്താടാ ജിമ്മിനിക്ക് ഷോക്ക്? നീ പോയിരുന്നാലേ ജിമ്മിനിക്ക് ഹടലൊക്കെ വന്നാൽ ഷോക്കായി. ജിന്നവിടെ ഇരുന്നു. അല്ല റിജിത്ത് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ചടങ്ങ് അങ്ങനെ പറയാൻ തുടങ്ങി.